നമ്മൾ പഴയ കഥ പോലെ ലുട്ടാപ്പിയും കുട്ടൂസനും കൂടി ട്രിപ്പിൾ അടിച്ച് പോയിട്ട് പോലീസ് ഒപ്പിയ കഥ പോലെ വേറൊരു കഥയുണ്ട്. ബാഹുബലി. അപ്പൊ ബാഹുബലി എന്ന് പറഞ്ഞാൽ ബാഹുബലി കിട്ടും ഞങ്ങനെയാണേ. ഇന്നോടെ പറയുന്നത് കേട്ടി. അപ്പൊ ബാഹുബലിക്ക് അപ്പുറത്ത് പോയിട്ട് യുദ്ധം ചെയ്യണം. അപ്പൊ ബാഹുബലിക്ക് ഒരു കസിൻ ഉണ്ട്, ബാഹുബലി ഉണ്ട്, രാജസേന. ദേവസേന നോക്ക്, ദേവസേന ബാഹുബലിന്റെ ലൈനാണേ. അപ്പൊ ദേവസേന ഒരു ദിവസം അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോ ഇന്നോട് നോക്ക് പറയാതെ കേക്കിട്ടോടെ പറഞ്ഞത്. അപ്പൊ കുളിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകുമ്പോ അടുത്തൊരു കാര്യസ്ഥനുണ്ട്. കാര്യസ്ഥൻ ഇവിടെ തോണ്ടി നോക്ക്, കാര്യസ്ഥൻ തോണ്ടിയേ. അപ്പോൾ ഇത് മറ്റേ രാജസദസ്സിൽ പ്രശ്നമായിട്ട് വന്ന് അങ്ങനെയാണ് നമ്മൾ ഡയലോഗ്. എന്ത് സ്ത്രീകളുടെ മേൽ തൊട്ടവന്റെ കൈയല്ല തലയാണ് വെട്ടേണ്ടത്. തല വെട്ടി. അപ്പൊ അത് ഭയങ്കര പ്രശ്നമായി. പിന്നെയാണ് യുദ്ധം. ഇന്റെ തലല്ല, നമ്മൾ മറ്റേ ചങ്ങയുടെ തല. പിന്നെ യുദ്ധം നോക്കി. അപ്പൊ അപ്പുറത്ത് മറ്റേ അപ്പൊ അപ്പുറത്ത് അയാളെ പേരുന്നോ കാലകേനെ കണ്ടിരിക്കും. അമ്മേനെ പോലെ ഉണ്ടാവും, ഏതാ ലുക്ക്. എന്നിട്ട് കാലകയെ ഇഷ്ടം പറയാട്ടോ കാലകയെ. അപ്പൊ ഈ ബാഹുബലി ഒരു കസിൻ ഉണ്ട്. കസിന്റെ പേര് ജിമ്മേ. അപ്പൊ നമ്മൾ യുദ്ധം ചെയ്യുന്നില്ലേ നോക്കേ, അപ്പൊ കസിൻ എന്താ ചെയ്യാറിയോ? കസിൻ എന്തായാലും സാധാരണക്കാരെല്ലാം കൊന്നിട്ട് അങ്ങനെ യുദ്ധം ചെയ്തിട്ട് ഇങ്ങനെ ജയിക്കും. അപ്പൊ നടക്കുന്നില്ല പരിപാടി. വലിയ മതിലുണ്ടാടാ. അപ്പൊ ബാഹുബലി നോക്ക് പന വളച്ച് ചാടുക. അപ്പൊ എന്താ പറഞ്ഞാല് പന ഇങ്ങനെ വളച്ചു വെക്കുവേ. നമുക്ക് പന വളച്ചു വെച്ചിട്ട് അതിൽ രണ്ടാളെ കെട്ടി വെക്കും. എന്നിങ്ങനെ ബം തൊട്ട് അപ്പുറത്ത് പോകും. ഇതാളെ കഴിക്കും. എന്താ ഇപ്പൊ പന വളച്ച് കളിച്ച് അപ്പുറത്ത് പോയിട്ട് ആൾക്കാരെ കൊല്ലുക. അതാണ്. എന്നിട്ട് അങ്ങനെ അവസാനം ജയിച്ചിട്ട് പിന്നിലെ ട്വിസ്റ്റ് കട്ടപ്പ. ഇത് കട്ടപ്പ മതിയായി. കട്ടപ്പ ഇന്ന് തരുമോ? കട്ടപ്പ അവസാനം കട്ടപ്പ ചതിക്കും ബാബുവിനെ ബേക്കിന് ഇങ്ങനെ കുത്തി കൊല്ലും. നോനോ കുട്ടി വരെ നോനോ പറഞ്ഞച്ചാ നിർത്തണ ഇനി അല്ലേ.